ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് വികസന വിഷയങ്ങൾ, അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി. അതിലിപ്പോൾ വയനാടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് വയനാട്ടിലെ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ഈ ഉദ്ഘാടനം ചെയ്തത് എന്ന വാദമുണ്ട്. അപ്പോഴും ഈ പുനരധിവാസത്തിൽ കൃത്യമായി ഇടം ലഭിക്കാത്തവർക്ക് മാസവാടക ചെലവൊക്കെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ നമ്മൾ പോസിറ്റീവായി കാണുകയും വേണം. എന്നാൽ കോൺഗ്രസ് ഇതിൽ വലിയ പ്രതിസന്ധിയിലായത് വയനാട് പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ച പണം, ആ പണം എവിടെ, അതിന് കണക്കുണ്ടോ എന്നതൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇതാണ് ഞങ്ങളുടെ വരുമാനം, ഞങ്ങൾക്ക് ഇത്രയും തുകയെ ലഭിച്ചുള്ളൂ, ഞങ്ങൾക്ക് ഇതേ സാധിക്കുന്നുള്ളൂ, ഇനി ബാലൻസ് ഇത്രയുണ്ട് എന്നതൊക്കെ ഒരു ഡോക്യുമെൻ്റായി ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടല്ലോ. അതും ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാന വിഷയമായി ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? അഭിലാഷ്, വയനാട് വിഷയമെടുത്താൽ ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാം, ഇടതുമുന്നണിക്ക് തന്നെയാണ് വ്യക്തമായ എഡ്ജ് ഉള്ളത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു, അവിടെ വീടുകൾ നിർമ്മിക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തിടുക്കത്തിൽ ഒരു ഉദ്ഘാടനം നടത്തിയെന്നതിനപ്പുറത്തേക്ക് ആ വീട്ടിലെ കയറി താമസിക്കാൻ ഒന്നും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ വീടുണ്ടായി, ആ വീട് ഇന്നല്ലെങ്കിൽ നാളെ കയറി താമസിക്കാൻ കഴിയും. അത് നമുക്ക് വിസിബിളാണ്. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട് എന്നുള്ളത്, ടൗൺഷിപ്പ് ഉണ്ട് എന്നുള്ളത് വിസിബിളാണ്. അത്തരം കാര്യങ്ങളിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി അവിടം വരെ അവർ അവകാശപ്പെടുന്നതിൻ്റെ അത്രയും എത്തിയില്ലെങ്കിലും നാളെ അത് എത്തും എന്നൊരു ഉറപ്പ് ആളുകൾക്ക്, എൻ്റെ വീട് താണ്ട ഈ പരുവം വരെ ആയിട്ടുണ്ട്, ഇന്ന് താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ എത്താം എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. അതിൽ ഇടതുമുന്നണിക്ക് ഒരു നേട്ടമുണ്ട്. പക്ഷേ മറിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചല്ല, ലീഗിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. ലീഗ് അവർ പാലിച്ച രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അക്കാര്യത്തിൽ ഇടപെടുകയും ആ പാർട്ടി ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തെങ്കിൽ അത് മുസ്ലിം ലീഗാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ലീഗിൻ്റെ വാഗ്ദാനങ്ങൾ അവർ കൃത്യമായി പാലിക്കാനും ഒക്കെ കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച സ്ഥിതി അവിടെ അമ്പേ ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിന് അവിടെ ഒരു ഭൂമി വാങ്ങിച്ചിടുന്നതിനപ്പുറത്തേക്ക് ആ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പണി തുടങ്ങാനെങ്കിലും നിർമ്മാണം, ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് വരും എന്നുള്ളതും ഈ സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതായാലും കോൺഗ്രസ് വീട് നിർമ്മിക്കുന്നതായാലും ലീഗ് വീട് നിർമ്മിക്കുന്നതായാലും എല്ലാം ഇവരാകെ വയനാടുകാരെ ആകെ ഉദ്ധരിച്ച് കളയാം, വയനാടുകാരുടെ ദുഃഖം കണ്ട് അവിടെയെല്ലാം ഞങ്ങൾ പോയി ഇടപെടുകയാണ് എന്ന് കരുതിയൊന്നും അല്ല ഇവരാരും ചെയ്യുന്നതെന്നും വ്യക്തമാണ്. ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായാലും നല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടായാലും അത് ജനത്തിനെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടിന് വേണ്ടി അത് ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ് അത് മുൻകൂട്ടി കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കോൺഗ്രസ് അവിടെ നിർമ്മാണം, ഒരു പകുതിയെങ്കിലും നിർമ്മാണം എത്തിക്കാൻ, അല്ലെങ്കിൽ നോക്കുന്നവർക്ക് വീട് എന്ന സാധനത്തിന് അടിത്തറയെങ്കിലും കെട്ടിവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ഈ ന്യായം പറയാൻ കഴിയുമായിരുന്നു. അവിടെ നിന്ന് കോൺഗ്രസ് എങ്ങനെയൊക്കെ വഴുതി പോകാമോ അവിടെ എല്ലാം വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ചുണ്ടായ ഒരു വിഷയം, ഇടതുമുന്നണിക്ക് ആ വിഷയത്തിൽ കോൺഗ്രസ് എങ്ങനെയാണോ ഡീൽ വിഷയത്തിൽ UDF പൊളിറ്റിക്കലി വളരെ ടാക്ടിക്കലായി ഇടതുമുന്നണി അതിൽ തളച്ചിട്ട് വീണ്ടും ചർച്ചയാക്കി നിലനിർത്തിക്കൊണ്ട് പോയത്, ആ മട്ടിൽ ചർച്ചയാക്കി കൊണ്ടുപോകുന്നതിൽ ഇടതുമുന്നണിക്ക് കാര്യമായ ഒരു തന്ത്രപരമായ ഒരു വിജയം ഉണ്ടായിട്ടില്ല എന്നുകൂടി നമുക്കതിൽ കാണേണ്ടി വരും. കേരളം ആകെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് വയനാടിൽ ഞങ്ങൾ LDF എന്ത് ചെയ്തു, UDF എന്ത് ചെയ്തു, രണ്ടും തമ്മിലുള്ള താരതമ്യം ആ മട്ടിലേക്ക് വലിയ ചർച്ചയാക്കുന്നതിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വിഷയം ആണ് സജീവമായ ചർച്ചയാവുന്നത്. അവിടെ സ്വാഭാവികമായും നല്ല എഡ്ജുള്ളത് അല്ലെങ്കിൽ വ്യക്തമായ മേൽക്കൈയുള്ളത് ഇടതുമുന്നണിക്ക് തന്നെയാണ്, സർക്കാരിന് തന്നെയാണ്, CPM-ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ വിഷയങ്ങൾ നിരവധിയാണ് ഈ തെരഞ്ഞെടുപ്പിലും. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിരവധിയായ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഓർത്തെടുക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. ചരിത്രത്തിലാദ്യമായി ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച, കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു മുന്നണി തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് ആദ്യമായിട്ടായിരുന്നു. അത് പിണറായി വിജയൻ സർക്കാരിന് സാധ്യമായി എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കാലം നമുക്ക് ഓർമ്മയുണ്ട്. കോവിഡ് കാലഘട്ടമായിരുന്നു. അന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കിറ്റുകൾ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ചർച്ചയിലേക്ക് വരുന്നതിൽ നിരവധിയായ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.